96ഉം ദൃശ്യവും ഈ സിനിമ സ്വാധീനിച്ച ഒരു സൈക്കോപാത്തിൻ്റെ കഥയായി മാറുകയാണ് ഈ പ്രേംകുമാറിൻ്റെ അവസ്ഥ. ഇനി ഒരു കഥ കൂടി പുറത്തു വരുന്നുണ്ട്, അത് ടി വി പ്രസാദ് പറയും. ടി വി പ്രസാദ് ഈ പ്രേംകുമാർ ഭാര്യയെ കൊലപ്പെടുത്തിയത് സംശയത്തിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല, ഈ പ്രേംകുമാറിന് വേറൊരു കാമുകി ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. സുനിത ബേബി എന്ന മറ്റോ പേരുള്ള ഒരു കാമുകി. അവരും ഈ കേസിലെ പ്രതിയാണോ? ടി വി പ്രസാദ്, എന്താണ് അക്കാര്യത്തിൽ സംഭവിച്ചത്? അതെ അരുൺ, ഈ ഉദയംപേരൂരിലെ ഈ കേസ് വിദ്യ ഭാര്യയാണ്. ആ ഭാര്യയിൽ 2 കുഞ്ഞുങ്ങളുമുണ്ട് പ്രേംകുമാറിന്. അതിനിടയിലാണ് സുനിത ബേബി എന്ന് പറയുന്ന സ്ത്രീയുമായി ഇവർ അടുപ്പത്തിലാവുന്നത്. അങ്ങനെ പിന്നീട് വിദ്യയെ നിരന്തരമായി ഉപദ്രവിക്കുന്നു. വിദ്യയും പ്രേംകുമാറും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്നു. അതിനിടയിൽ 6 മാസം മുമ്പ്, അതായത് 2019 സെപ്റ്റംബറിലാണ് ഈ കൊലപാതകം പേയാട്ടുള്ള ആ വില്ലയിൽ വെച്ച് നടക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും അറിയാത്തവരാണ്. ഇപ്പോൾ അവിടെ താമസിക്കുന്നവരും അടുത്തുള്ളവർക്കും അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് പോകാതിരുന്നത്. 6 മാസത്തിന് മുമ്പ് അവിടെ വാടകയ്ക്കെടുക്കുന്നു. വാടകയ്ക്കെടുക്കുന്ന വീട്ടിലേക്ക് ആ വീടും നാട്ടുകാരും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത്. പിന്നീട് ഈ സുനിത ബേബിക്ക് ഒപ്പം വന്നുകൊണ്ടാണ് ബാത്റൂമിൽ വെച്ച് ഈ വിദ്യ എന്ന് പറയുന്ന ഭാര്യയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷമുള്ള കാര്യമാണ് ഏറെ ഞെട്ടിക്കുന്നത്. അതായത് 2019 സെപ്റ്റംബറിൽ നടന്ന് ഡിസംബർ 10 വരെ ഈ കൊലപാതകം ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏതാണ്ട് 3 മാസം അരുൺ അന്ന് ചെയ്തത്, കൊലപ്പെടുത്തി വൈകുന്നേരം ആയതിനു ശേഷം ഈ മൃതദേഹം കാറിൻ്റെ പിറകിലെ സീറ്റിൽ ഇരുത്തുകയാണ് ചെയ്തത്. അതായത് പുറത്തുനിന്ന് ആര് കണ്ടാലും ഉറങ്ങുന്ന രീതിയിൽ. അതിന് സഹായിയായിട്ട് കൂടെ ഉണ്ടായത് ഈ കാമുകി സുനിത ബേബി ആയിരുന്നു. നേരെ പോയത് തിരുനെൽവേലിയിലേക്ക്, റോഡരികിൽ ഉപേക്ഷിക്കുന്നു. അന്ന് രാത്രി തന്നെ അവിടെ ഒരു അൺഐഡൻറ്റിഫൈഡ് ബോഡി പോലീസ് കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ വാർത്തകളൊക്കെ അവിടെ വരുന്നുമുണ്ട്. പിന്നീട് നേരെ വന്ന് ഈ വീട് ക്ലീൻ ചെയ്യുകയാണ്. 1 മാസം കഴിഞ്ഞ് ഈ വീട് ഉപേക്ഷിക്കുന്നു. അതിനിടയിൽ പോയിട്ടാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ഭാര്യയെ കാണാനില്ലെന്ന്. അതിനും കാരണമുണ്ടായിരുന്നു. നേരത്തെ 2-3 തവണ ഇതുപോലെ വിദ്യ വീട് വിട്ട് പോകാനുള്ളൊരു ശ്രമം ഉണ്ടായപ്പോൾ അന്നും മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഒരുപക്ഷെ പ്രേംകുമാർ കരുതി കാണണം പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നില്ലെന്ന്. അതിനിടയിലാണ് ശരൺ നേരത്തെ പറഞ്ഞ കഥ. ഇവരുടെ ഫോൺ നേത്രാവതി എക്സ്പ്രസ്സിലെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കുന്നു. അത് ഗോവ വരെ പോകുന്നു. അങ്ങനെ ദൃശ്യം എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ ഒരു സൈക്കോപാത്തിൻ്റെ എല്ലാ ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ആളുകളെ കൊലപ്പെടുത്തുന്ന ഈ പ്രതി ഓരോ മിനിറ്റും പുറത്തു നിന്നാൽ അത് കേരളീയ സമൂഹത്തിനും ജനങ്ങൾക്കും ഭീഷണിയാണ് എന്നുള്ളതാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. 3 മാസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തന്നെയുള്ള വെള്ളറടയിൽ വെച്ചാണ് പ്രേംകുമാറിനെയും കാമുകി സുനിത ബേബിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് റിമാൻഡിന് ശേഷം സുനിത ബേബി പിണങ്ങി മറ്റൊരിടത്തേക്ക് പോയി എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്.